ചൂരൽമല വാർഡ് മെമ്പർ നൂറുദ്ദീൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ നൂറുദ്ദീൻ, ഒരു ഭാഗത്ത് തിരച്ചിൽ നടക്കുന്നു, അതോടൊപ്പം ഏറ്റവും ഒടുവിലായി വന്ന ശുഭകരമായ വാർത്ത എന്ന് പറയുന്നത് 4 പേരെ ജീവനോടെ സൈന്യം വയനാട് പടവെട്ടിക്കുന്നിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 4 പേരും സുരക്ഷിതരാണ്. അവരെ സൈന്യം മേപ്പാടിയിലേക്ക് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങളോട് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? ശ്രീ നൂറുദ്ദീൻ, കേൾക്കാൻ കഴിയുന്നുണ്ടോ? അതെ, അത് ഈ പടവെട്ടിക്കുന്നിലുള്ളത് ശരിക്കും പറഞ്ഞാല് ഒരു ജോണ് കുടുംബമാണ് അവിടെ താമസിക്കുന്നത്. അവര് ജനറേറ്ററിന് സൗകര്യമുണ്ട്, വീട്ടിൽ സോളാർ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുടുംബവും അദ്ദേഹം അവിടെ നിന്നതാണ്, അല്ലാതെ അവര് ഒരു ഇതിൽ പെട്ടതല്ല. അപ്പോ അവരെ കണ്ടപ്പോ പെട്ടെന്ന് ഇവര് പിന്നെ ഇങ്ങനെ ഉരുൾപൊട്ടലിൽ പെട്ട് ഓടി വന്ന് രക്ഷപ്പെട്ട ആളുകളായിരിക്കാമെന്ന് തോന്നിയിട്ട് അങ്ങനെ ഒരു ന്യൂസ് വന്നതാണ്. അവരായിട്ട് സംസാരിച്ചിരുന്നു. അവരവിടെ സേഫാണ്, അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവര് ഓക്കെയാണ്. ജോൺ എന്ന് പറഞ്ഞ ആള്, ജോണും കുടുംബമാണ് അവിടെ ഉള്ളത്. ശ്രീ നൂറുദ്ദീൻ, ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ പടവെട്ടിക്കുന്ന് മുണ്ടക്കയിൽ നിന്ന് എത്ര ദൂരം അകലെയാണ്? അത് പ്രശ്നബാധിത മേഖലയായിരുന്നോ? അതുമായി ബന്ധപ്പെട്ടത് ഞങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഇവിടുന്ന് മുണ്ടക്കൈ ഈ സൈഡ് എന്നാണ് പറഞ്ഞത്. ഹലോ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. എനിക്ക് ഒന്നും കൂടെ പറഞ്ഞോളൂ, ഞാൻ അതിലടക്ക് വേറെ ആളായിട്ട്. ശ്രീ നൂറുദ്ദീൻ, ഒരു കാര്യം ചോദിച്ചത്, ഈ പടവെട്ടിക്കുന്ന് എന്ന് പറയുന്നത് മുണ്ടക്കൈയിൽ നിന്നും ഈ ദുരന്തമുണ്ടായ സ്ഥലത്തു നിന്നും എത്ര മീറ്റർ അകലെയാണ്? അത് പ്രശ്നബാധിത മേഖല തന്നെ ആയിരുന്നോ എന്നുള്ളതാണ്. ഇവർ ഇതിൽ കുടുങ്ങി ഇങ്ങനെ ഭയചകിതരായിട്ടാണ് നിൽക്കുന്നതായിട്ട് സൈന്യം കണ്ടെത്തിയത്. അതുകൊണ്ട് ചോദിച്ചതാണ്. ഇവർക്ക് ഈ ദുരന്തം കാണാൻ സാധിക്കുകയും ദുരന്തമുഖത്തുണ്ടായ അനുഭവങ്ങളൊക്കെ ഇവരെ വല്ലാതെ ഭയപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അത്ര അടുത്തു തന്നെയാണോ ഈ പ്രദേശവും? അതെ, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ മുണ്ടക്കായ് ഭാഗത്തല്ലത്, ചൂരൽമല പിന്നെ പടവെട്ടിക്കുന്ന് പറഞ്ഞ ചൂരൽമല ടൗണിൽ നിന്ന് വലത്തോട്ടുള്ള റൂട്ടിന് പോയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം അവിടെ സേഫ് ആയതുകൊണ്ടാണ് അവിടെ നിന്നത്. അദ്ദേഹത്തിന് വില്ലേജ് ഓഫീസർ വരും ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞത്, പക്ഷെ മൂപ്പര് കറണ്ട് ഉണ്ട്, ജനറേറ്റർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ അവിടെ നിന്നതാണ്. അതെ, അതായത് ഇപ്പോൾ ഈ ഒരു ദുരന്തമുണ്ടായി കഴിഞ്ഞതിന് ശേഷം അവിടെ നിൽക്കുവാണെങ്കിൽ പോലും അതിന് ഒരു അപകട സാധ്യതയുണ്ട്, ഇവർക്ക് മറ്റ് സൗകര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല, ഇവർ ഒറ്റപ്പെട്ടു പോകും എന്നുള്ളൊരു സാഹചര്യമാണ് അല്ലേ? അതെ, അദ്ദേഹം മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോ എന്താ പറയാ, അതായത് പിന്നെ എല്ലാവരും ഇങ്ങോട്ട് മാറി താമസിച്ചപ്പോ ഇങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു. പിന്നെ മൂപ്പരവിടെ ഒരു 10 ഏക്കർ സ്ഥലത്ത് സേഫാണ് എന്നുള്ള രീതിയിൽ നിന്ന് പോയതാണ് അദ്ദേഹം. മറ്റു കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ടോ? ഈ ജോണിന്റെ കുടുംബത്തിനോടൊപ്പം ആ വീടിനോട് ചേർന്ന്? ജോണിന്റെ ഇല്ലല്ലോ, വേറെ ആരില്ല, അവിടെ ജോണും കുടുംബം മാത്രമേ ഉള്ളൂ. അത് വില്ലേജ് ഓഫീസർ ആളായിട്ട് സംസാരിച്ചപ്പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവിടെ അങ്ങനെ നിന്നുപോയത്. ശരി, അങ്ങനെ നിന്നുപോയി എങ്കിൽ പോലും ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം പ്രതികൂലമാകുന്ന സാഹചര്യമായി അല്ലേ? അവർക്ക് ഇനി അവിടെ നിൽക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ലല്ലോ. ഇനി അവിടെ അവര് സേഫാണ്, പക്ഷെ ഈ ഒരു സമയത്ത് ആളൊന്ന് കുറച്ച് മാറി നിന്നിട്ട് സേഫായിട്ട് തിരിച്ചു വന്നാൽ മതി എന്നാണ് എന്റെ അഭിപ്രായം. അതെ, എന്തായാലും സൈന്യം അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ശ്രീ നൂറുദ്ദീൻ, അതുമാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി താങ്കളിൽ നിന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഈ കണക്കുകളിൽ വല്ലാത്ത അവ്യക്തത തുടരുന്നുണ്ടല്ലോ. പഞ്ചായത്തിന് എത്ര പേർ താമസിച്ചിരുന്നു, എത്ര കുടുംബാംഗങ്ങളെ നഷ്ടമായി എന്നുള്ളതിനൊക്കെ ഒരു അവ്യക്തത തുടരുകയാണ്. താങ്കൾക്ക് ഈ കാണാതായവരെ കുറിച്ച്, മരണപ്പെട്ടവരെ കുറിച്ചൊക്കെ എന്തെങ്കിലും കൂടുതൽ പറയാൻ സാധിക്കുന്നുണ്ടോ? കാണാതായവര് കുറെ ആളുകളുണ്ട്. ഇപ്പൊ ഇവര് എവിടെ ഉള്ളത് എന്താ ഇപ്പൊ വേറൊരു ഇത് അറിയാൻ കഴിഞ്ഞത്, നമ്മുടെ ഈ വയനാടിന്റെ ബോർഡർ, തമിഴ്നാടിന്റെ ബോർഡറില് ഈ ചാലിയാറിന്റെ സൈഡിലായിട്ട് ഒരുപാട് ബോഡി അവിടെയും സൈഡിലായിട്ട് ഫോറസ്റ്റിൽ കിടക്കുന്നുണ്ട് എന്ന ന്യൂസ് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്നെ നിലമ്പൂരുള്ള ആളുകൾ വിളിച്ചിരുന്നു. അവര് 16 കിലോമീറ്റർ നടന്നു വന്നിട്ടാണ് ഈ ബോഡി എടുക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വയനാടിന്റെ ബോർഡറിലേക്ക് ഇവിടെ നിന്ന് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗത്തേക്ക് ആളുകൾ എത്തിയാല് ആർമിയോ മിലിറ്ററിയോ ഇവരൊക്കെ എത്തുകയാണെങ്കിൽ ഞങ്ങൾ എടുക്കുന്നതിന് സുഖത്തിൽ ബോഡി എടുക്കാന്ന് പറഞ്ഞിട്ട് അവരെന്നെ വിളിച്ചിരുന്നു. അപ്പൊ അത് നിങ്ങളൊന്ന് ന്യൂസിലൂടെ മൊത്തത്തിലൊന്ന് അറിയിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. തീർച്ചയായും. അതായത് താങ്കൾ ആവശ്യപ്പെടുന്നത് വയനാട് അതിർത്തിയിലേക്ക് സൈന്യം കൂടുതൽ എത്തിച്ചേരേണ്ടതുണ്ട് എന്നാണ് അല്ലെ? ഈ ചാലിയാർ പുഴയുടെ തീരത്ത് മൃതദേഹങ്ങൾ അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് താങ്കൾ പറയുന്നത്. അതെ, എന്നോട് നിലമ്പൂര് ഭാഗത്തുനിന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞത് ബോഡികള് ഈ വയനാടിന്റെയും തമിഴ്നാടിന്റെയും ബോർഡറിലായിട്ട് ഫോറസ്റ്റിൽ ബോഡികൾ ഇനിയും കാണാനുണ്ട്, കിടക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് 16 കിലോമീറ്റർ വന്നിട്ട് ഞങ്ങൾക്ക് ആ ബോഡി എടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇത് സൂചിപ്പാറന്റെ അടിഭാഗം മുതൽ തമിഴ്നാടിന്റെയും ഫോറസ്റ്റിന്റെയും ബോർഡർ വരെ ഒന്ന് തരാനുള്ള സംവിധാനം
നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ വിളിച്ചിരുന്നത്. അപ്പൊ അതൊന്ന് നിങ്ങൾ എന്താക്കണം, ന്യൂസിലൂടെ ഒന്ന് വ്യാപിപ്പിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായും. ശ്രീ നൂറുദ്ദീൻ, താങ്കൾ ഇത് അവിടുത്തെ സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ചിരുന്നോ? അറിയിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഒരു പുഷിങ് വരട്ടെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതെ അതെ, തീർച്ചയായും ഞങ്ങളത് വാർത്തയിൽ കൂടി പറയുന്നതാണ്. ശ്രീ നൂറുദ്ദീൻ, അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി, അവിടെ തിരച്ചിൽ ഏതു രീതിയിലാണ് പുരോഗമിക്കുന്നത്? കാരണം ചതുപ്പ് മൂടിക്കഴിഞ്ഞു ആ പ്രദേശമാകെ. നടക്കുന്നുണ്ട്. എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ല സപ്പോർട്ടീവാണ്. പിന്നെ ഗവൺമെന്റ് ആവട്ടെ, മിലിറ്ററി ആവട്ടെ, NDRF ആവട്ടെ, നമ്മളെ സന്നദ്ധ സംഘടനകളാവട്ടെ, അവരെല്ലാം 100 ഇത് ലെവലിൽ തന്നെ ചെയ്യുന്നത്. പക്ഷെ ഈ എല്ലാ ബോഡി എന്റെ ഇതിൽ അന്ന് നമുക്ക് നിലമ്പൂരിൽ നിന്ന് കിട്ടിയ പോലെ കണ്ടമാനം മരണപ്പെട്ട മനുഷ്യർ ഒലിച്ചു പോയി എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം. അതായത് നമ്മളിപ്പോ ആ ഒരു വീട് സ്ലാബ് താന്നിട്ട് അത് ഇടിച്ച് പൊളിച്ച് എടുത്തിട്ട് മാന്തി നോക്കുമ്പോ അതിൽ നമ്മൾ സങ്കല്പിക്കുക, അതിൽ പക്ഷെ ഇല്ല, ബോഡി ഒറ്റ ഒന്നിനും കിട്ടുന്നില്ല.